ആ അടുത്തത് ഫിറോസ് KHDC ഇറങ്ങിയിട്ടുണ്ട്. കിച്ചുവിൻ്റെയും രേണുവിൻ്റെയും ഇപ്പോഴത്തെ പ്രശ്നത്തിൽ ഫിറോസ് KHDCയുടെ വാക്കുകൾ എന്തായിരിക്കുമെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ പല ആളുകളും കാത്തിരുന്നത്. എന്തായാലും പുള്ളിക്കാരൻ്റെ പോസ്റ്റ് വന്നതിന് ശേഷമുള്ള രേണുസുതിയുടെ വീഡിയോയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ പോസ്റ്റ് ഞാൻ വീഡിയോയുടെ അവസാനം വെക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായി കാണുക. പുതിയ പോസ്റ്റുമായിട്ട് താൻ അന്ന് നിർത്തിയതാണെന്നാണ് ഞാൻ ഓർത്തത്. അതുകൊണ്ടാണ് തൻ്റെ പേര് ഞാൻ വിട്ടത്. താൻ വീണ്ടും തുടങ്ങുവാണെങ്കിൽ ഞാൻ തൻ്റെ പേരിൽ ഇനിയും ഞാൻ മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞോ തൻ്റെ അടുത്ത് വീട് തരാൻ, പിള്ളേർക്ക് വീട് കൊടുക്കാൻ പറഞ്ഞോ? ഇല്ലല്ലോ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രശ്നങ്ങളാണ്. എൻ്റെ കരച്ചിൽ നാടകീയതയാണ്. എനിക്കും പറയാനുണ്ടോ കൂടുതൽ? എനിക്കും ഉണ്ട് പറയാൻ ഇനിയും. മനസ്സിലായോ? എനിക്കും ഉണ്ട് പറയാൻ. തന്നെ പറഞ്ഞാൽ എൻ്റെ കരച്ചിൽ നാടകീയതയാണെന്നല്ലേ? കൊള്ളാം. എൻ്റെ കരച്ചിൽ നാടകീയതയാണെന്ന് താൻ പറഞ്ഞല്ലോ. ഇനി എൻ്റെ പേരിൽ ഇനി എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാ എനിക്കറിയാം ബാക്കി എന്തൊക്കെയാണ് പറയേണ്ടതെന്ന്. തന്നോട് മാത്രമുള്ള വാണിംഗ് ആണിത്. ഫിറോസ് KHDCയോട് തന്നോട് ഒന്നിനും ഞാൻ വരുന്നില്ല. താൻ എൻ്റെ പേരിലും ഇനി സംസാരിക്കണ്ട, കേട്ടല്ലോ? ഇതായിരുന്നു പുള്ളിക്കാരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്.